അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം ഏതോ ഒരു പ്രദേശത്ത് ഏതോ മാതാപിതാക്കളുടെ സന്തതിയായി നാം ഈ ഭൂമുഖത്ത് ഭൂജാതരായി വന്നിരിക്കുകയാണ്. ഇനി എണ്ണപ്പെട്ട രാപ്പകലുകൾ, എണ്ണപ്പെട്ട ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ആയുസിന്റെ മരത്തിൽ നിന്ന് ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ പൊഴിഞ്ഞു പോകുമ്പോ നാം നമ്മുടെ മരണത്തിലേക്ക് അടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജീവിതത്തെ നന്നാക്കണം, ജീവിതത്തെ സംസ്കരിക്കണം, ശുദ്ധീകരിക്കണം. ഏകനായ സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയണം. കൂടുതൽ ഉദാത്തമാക്കി, കൂടുതൽ ഉത്കൃഷ്ടമാക്കി, കൂടുതൽ ഉന്നതമാക്കി നമ്മുടെ ജീവിതത്തെ അഴിച്ചു പണിയണം, പുതുക്കിപ്പണിയണം. ലോകം മുഴുവൻ സമാധാനമുള്ള ഒരു ഇടമാക്കണമെന്ന് പുണ്യ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. സമാധാനമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് ഈ ഭൂമുഖത്തോട് വിട പറഞ്ഞു പോയി. സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടിട്ട് ഫോൺ എടുക്കും, പിന്നെ സമയം പോയത് തന്നെ അറിയൂല. അതാണ് അവസ്ഥ. നമുക്ക് അല്ലാഹു 500 കൊല്ലം ആയുസ് തന്നു എന്ന് വിചാരിക്കുക, എന്നിട്ട് മരിച്ചു. പിന്നെ വിചാരിച്ചു പോട്ടെ കുറച്ചും കൂടി കൊടുക്കാം, ഒരു 500 കൂടി തന്നു, 1000, പിന്നെ ഒരു 1000 തന്നു, 2000, പിന്നെ ഒരു 2000 തന്നു, 4000 കൊല്ലം ഭൂമിയിൽ ജീവിച്ചാലും യൂട്യൂബിൽ വീഡിയോസ് കണ്ടു തീരുകയും ചെയ്യില്ല, ഇനിയും വീഡിയോസ് ബാക്കിയുണ്ടാവും. ഇത് കണ്ടു തീർക്കലല്ല മനുഷ്യന്മാരെ നമ്മളെ പണി. നമുക്ക് എന്താ ജീവിതത്തിൽ പണി? ഈ 23.5 മണിക്കൂർ എന്താ ചെയ്യുന്നത് എന്ന് വെറുതെ ആലോചിച്ച് നോക്കി. ഒന്ന് കുറേ സമയങ്ങളെ ഇതെന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് വെച്ചാൽ, നാളെയും എനിക്ക് ജീവിതം ഉണ്ടെന്നും നാളെ ഞാൻ മരിക്കൂല എന്നുള്ള ഗ്യാരണ്ടി ഒക്കെ വരുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളൊന്നും പണിയെടുക്കാത്തത്. ടുഡേ ഈസ് യുവർ ഡേ. ഇന്നാണ് നമ്മുടെ ദിവസം. ഇന്നലെ എന്നുള്ളത് ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല, നാളെ എന്നുള്ളത് ഉറപ്പില്ല. അൽ യൗം യൗമുക്, ഇന്നാണ് നിന്റെ ദിനം.